നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സ് ക്രിസ്മസ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾ അറിയാം, 10 ചാപ്റ്ററാണ് ഫിസിക്സിന്റെ പഠിക്കേണ്ടത്. ഈ 10 ചാപ്റ്ററിൽ നിന്ന് 10 ചോദ്യങ്ങൾ, ചിലതിനകത്തൊക്കെ ഒരു ഓർ ക്വസ്റ്റ്യൻ കൂടെ പറയുമായിരിക്കും, എന്നാലും ചോദ്യങ്ങളൊന്നും നോക്കിക്കൊണ്ട് പോവുക. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങൾ, എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന, ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ചിലപ്പോൾ ഈ വർഷം ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ പെട്ടെന്നൊരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിനെക്കാട്ടിൽ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്ന് പെട്ടെന്ന് കടന്നു പോകാം. ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ച ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഒരേ ഒരു പ്രിൻസിപ്പിളുള്ള ആ ചാപ്റ്ററിനകത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തത് മോഷൻ എ സ്ട്രെയിറ്റ് ലൈനകത്ത് ഡിറൈവ് ന്യൂട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. v = u + at, s = ut + ½ at², b² = u² + 2as. അതുപോലെ തന്നെ അതിൻ്റെ ഗ്രാഫുകൾ വെച്ച് ഇത് ഡിറൈവ് ചെയ്യുന്നത് മറക്കാതാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മോഷൻ ഇൻ എ പ്ലെയിൻ, അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ടെങ്കിലും പ്രൊജക്റ്റൈൽ, വാട്ട് ഈസ് മീൻ ബൈ പ്രൊജക്റ്റൈൽ, അതിൻ്റെ പടം, മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതിൻ്റെ എല്ലാം ഡെറിവേഷൻസ്. മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതിൻ്റെ എല്ലാം ഡെറിവേഷൻസ് നല്ല വൃത്തിയായിട്ട് പഠിക്കേണ്ട പ്രോബ്ലംസും. നാലാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ. ഇതിനകത്ത് ബാങ്കിങ് ഓഫ് റോഡ്സ്, അതിൻ്റെ ഡെറിവേഷൻ, അതിൻ്റെ പടം, അതിൻ്റെ പ്രോബ്ലംസ്, റീകോയിൽ ഓഫ് എ ഗണ്ണൂടെ അതിനകത്ത് നോക്കിയേക്കണം. 5 വർക്ക് എനർജി പവർ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിങ്, പിന്നെ പോസിറ്റീവ് നെഗറ്റീവ് സീറോ വർക്ക് കൂടെ നോക്കിയേക്കുക. 6 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ നോക്കിക്കോളുക. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം, അതിൻ്റെ ആപ്ലിക്കേഷൻ, മറ്റേ ബാലെ ഡാൻസറും സിമ്മറിൻ്റെയും കാറ്റിൻ്റെയൊക്കെ. 7 ഗ്രാവിറ്റേഷനകത്ത് 2 ടോപ്പിക്കിൽ പറയാം. എസ്കേ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, അതിൻ്റെ ഡെറിവേഷൻസ് എല്ലാം, വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡെപ്തും ഓൾട്ടിറ്റ്യൂഡും ഡെപ്തിൻ്റെ ഡെറിവേഷൻസ്. 8 മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഹുക്സ് ലോ നിർബന്ധമായിട്ട് നോക്കിയേക്കുക. ഹുക്സ് ലോ ഒരേ ഒരു ലോ ഉള്ള ആ ചാപ്റ്ററിനകത്ത്, അത് ഹുക്സ് ലോ ആണ്. നമ്പർ 9 വലിയ ചാപ്റ്ററാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, എന്നാൽ പോലും ബെർണോളിസ് തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം, അതിൻ്റെ ആപ്ലിക്കേഷൻ, പാസ്കൽസ് ലോയും നിർബന്ധമായിട്ട് നോക്കുക. ടെർമിനൽ വെലോസിറ്റിയും ക്യാപിലാരിറ്റിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ചാപ്റ്റർ 10 തെർമൽ പ്രോപ്പർട്ടീസ്, അതിനകത്ത് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സൺ. അതുപോലെ തന്നെ ഡിഗ്രി സ്കെയിൽസ് ഓഫ് ടെമ്പറേച്ചർ, സെൽഷ്യസ്, ഫാരൻഹീറ്റ്, കെൽവിൻ. ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ടും പഠിച്ചിടുക. ഓരോ വീഡിയോസും കാണുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്തേക്കുക. നല്ല മാർക്ക് ഫിസിക്സിൽ സ്കോർ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.